മൈ ഡിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന സമയം അതിനകത്ത് കലാഭവൻ മണിയാണ് അതിനകത്ത് കരടിയായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് പരിപാടികളും കരടിയുടെ കോസ്റ്റ്യൂം ചെയ്യുന്നത് നമ്മുടെ കലാഭവൻ ഷാജോണാണ്. കലാഭവൻ ഷാജോൺ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പം ഞാൻ അതിനകത്ത് റൊസാരിയോ എന്നുള്ളൊരു സർക്കസ് മുതലാളിയാണ്, മെയിൻ വില്ലൻ ക്യാരക്ടറാണ്. അതെൻ്റെ കൂടെ അഭിനയിക്കാൻ വന്ന ആളാണ് കലാഭവൻ ഷാജോൺ. അതിനകത്ത് നമ്മൾ ഷാജോണായിട്ട്, അതായത് മണി കരടിയുടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഷാജോൺ. അപ്പോൾ ഷാജോണിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ് മാത്രമല്ല സൈഡ് ഒന്നും കാണാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ കരടി എൻ്റെ സർക്കസ് കൂടാരത്തിൽ നിന്ന് ചാടിപ്പോവും. പിന്നെ ഞാൻ അതിനെ ഫോളോ ചെയ്തു പോകും. സന്തോഷ് ഏട്ടനുണ്ട്, പഴയ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്, തിരുവനന്തപുരത്ത് സന്തോഷ് എന്ന് പറഞ്ഞ ആക്ടർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഞാനും സന്തോഷ് ഏട്ടനും ഈ പറഞ്ഞ ഷാജോണുമാണ് കോമ്പിനേഷൻ. അവിടെ നിന്ന് കരടി അങ്ങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഞാൻ പുറകെ പോയി. അപ്പോൾ അതിൻ്റെ നഖമൊക്കെ ശരിക്കും ഒറിജിനൽ നഖമാണ്. അങ്ങനെ ആ ഫൈറ്റിൽ അടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടി കിട്ടിയ കരടിയുടെ അടുത്തുനിന്നാണ്. കാര്യം അവൻ പറയും, എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലാത്ത ഇതിൽ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മളും മറന്നു പോവും, ക്യാരക്ടറിലോട്ട് കയറി. അങ്ങനെ കരടിയുടെ നിന്ന് നല്ല അടി കിട്ടി രാത്രിയായി കഴിഞ്ഞപ്പോൾ നിൽക്കാനും പാടില്ല, ഇരിക്കാനും പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്നുള്ള ഫൈറ്റിൽ നിന്ന് എനിക്ക് പലത് കിട്ടിയിട്ടുണ്ട്. മണി ഇതുപോലെ തന്നെ കലാമണിയായിട്ട് ഞാൻ അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന് പറയുന്ന രാജൻ ബി ദേവങ്കൽ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അന്ന് മണി അതിനകത്ത് മന്ദബുദ്ധിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ ഓപ്പോസിറ്റ് വില്ലനാണ്, എൻ്റെ ഫറീസിൻ്റെ മോനാണ്. അപ്പോൾ അന്ന് ഞാൻ തൊമ്മനും മക്കളിലും അങ്കിളിനിട്ട് നല്ല അടി അടിച്ചിട്ടുണ്ട്. ഞാൻ തൊമ്മനും മക്കളിൽ ഞാൻ പോലീസ് ഓഫീസറാണ്. അപ്പോൾ എനിക്ക് അങ്കിളിനിട്ട് അടിക്കാനായിട്ട് സാധാരണ അടി ഇങ്ങോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്കിളിന് മുമ്പിൽ കിട്ടി. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മൈൻഡിൽ കിടക്കുവാണ്, അതൊക്കെ വിട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷാഫിയും ബെന്നിയും ഒക്കെ ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ, അത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഈ തൊമ്മനും മക്കളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്കിളിനായിട്ട് എനിക്ക് എങ്ങനെ അടിക്കണം എന്നുള്ള എൻ്റെ ഉള്ളിൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞാനിപ്പോൾ പറഞ്ഞാൽ അത് ശരിയല്ല, മ്യൂട്ട് വരും. അങ്ങനെ ഞാൻ അങ്കിളിനിട്ട് അടിക്കാൻ തുടങ്ങി. ആ അടി കൊണ്ട് അങ്കിൾ താഴെ വീഴും, അവിടെ മമ്മൂക്ക ജോയിൻ ചെയ്ത് എന്നെ തിരിച്ചടിക്കും. ഇതാണ് പരിപാടി. അങ്ങനെ അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ അങ്കിൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഞാനും മണിയും തമ്മിൽ അടി. മണി മന്ദബുദ്ധിയായിട്ടാണ്. അങ്കിൾ പറഞ്ഞു, ഇവിടെ മന്ദബുദ്ധിക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയൽ അടിയാണ്, അതങ്ങനെ നീ കൊണ്ടേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ മണിയും ഞാനും കൂടെ, മണി അങ്ങ് മണി അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മണിക്ക് ടൈമിംഗ് ഉണ്ട്, നല്ല ടൈമിംഗ് ആണ്. പക്ഷെ മന്ദബുദ്ധിയായിട്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനങ്ങ് അടിയെന്ന് ചകിരിടാൻ തന്നെ ഇട്ട് അടിച്ച് ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് പോയിട്ടുണ്ട്. മണി ഇടാന്ന് അങ്ങനെ കുറേ പരിപാടികൾ മണിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിൽ മനോജ് കെ ജയൻ കലാപം എന്ന് പറയുമ്പോൾ അത് ചെളിയിടാത്ത ഇഷ്ടിയ കളത്തിൻ്റെ അകത്താണ് ഒരടി. അപ്പോൾ അതിങ്ങനെ ഇഷ്ടിയ കളമുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തെർമോക്കോളിൻ്റെ ഡമ്മി 4-5 ഇഷ്ടിയാണ്, ബാക്കിയെല്ലാം ഒറിജിനൽ ഇഷ്ടിയാണ് ഇരിക്കുന്നത്. ഒരടി ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരനെ എടുക്കേണ്ടത് ഡമ്മിയാണ് എടുക്കേണ്ടത്, പക്ഷേ ഒറിജിനൽ ഇഷ്ടിയങ്ങ് എടുത്തിട്ട് ഇങ്ങനെ വന്നു. പുള്ളി ഒരു സെക്കൻഡിൽ തിരിച്ചറിയും ഇത് ഒറിജിനൽ ഇഷ്ടിയാണെന്നുള്ള. ഇങ്ങനെ വന്ന സാധനം പുള്ളി എന്ത് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ അടിച്ചായിരുന്നെങ്കിൽ എൻ്റെ ഫേസ് ഫുൾ തകർന്നു പോകാൻ. എടുത്തിട്ട് ഒറ്റ എറി നിലത്തിട്ട് എറിഞ്ഞു. അതൊന്ന് കറക്റ്റ് കാലയിലേക്ക് കൊണ്ടു, കാലിൻ്റെ അവിടെ ഇത്രയും പൊട്ടി, മീൻസ് 5-6 സ്റ്റിച്ച് ഇടുന്ന രീതിയിലേക്കായി. അന്ന് ഞങ്ങൾ ഈ ഫൈറ്റൊക്കെ ചെയ്യുന്ന അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോയാൽ അന്ന് ഷൂട്ട് മുടങ്ങും. കാര്യം അത്രയും ക്രൗഡും ഒക്കെ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ഭീമൻ രവി ചേട്ടൻ ഒരു ഫുൾ ബോട്ടിൽ റമ്മോ എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് കാലിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് ഫുൾ കഴുകി, അതിനുശേഷം നമ്മൾ ഗമ്മ് വെച്ചിട്ട്, അതായത് സിനിമയിലുണ്ടാകുന്ന ബ്ലഡ് ഗം വെച്ചിട്ട് അടച്ചു. ഞാനത് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സിനിമയിൽ നിന്ന് ഫൈറ്റിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ കൊണ്ടും കൊടുത്തും ഒക്കെ ഒരുപാട് ഓർമ്മകൾ, നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ജെ വില്യംസ് എന്നുള്ള വില്ലിയേട്ടൻ ക്യാമറാമാൻ, ലെജൻഡ് ക്യാമറാമാൻ എന്ന് ഞാൻ പറയും. സ്പടികം പോലുള്ള വലിയ സിനിമകൾ ചെയ്ത ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ
ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ബേബീസ് ഡേ 8 റീമേക്കാണ്. 3 വില്ലന്മാർ ഞങ്ങൾ മെയിൻ വില്ലനായിട്ട് തന്നെ അഭിനയിക്കുന്നത്, കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു മെറ്റഡോർ വണ്ടിയിലാണ്. ഈ മെറ്റഡോറിൻ്റെ വണ്ടിയുടെ അടിയിൽ വില്ലിയേട്ടൻ ടയറിൻ്റെ അടിയിൽ കിടന്നിട്ട് ക്യാമറ വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതുപോലത്തെ ഈ ഡിജിറ്റൽ ക്യാമറയല്ല ഒറിജിനൽ ഫിലിം. അങ്ങനെ എടുത്തുകൊണ്ട് പോയിരിക്കണം. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടയിൽ ഈ ഓടിച്ചുകൊണ്ട് പോയി ഇരിക്കുന്ന ഈ മെറ്റഡോർ പഴയൊരു വണ്ടിയാണ്. ഓടിച്ച് കുറേ പോയി, ടൗണിലൂടെയാണ് പോകുന്നത്. ബ്രേക്ക് പോയി. പുള്ളിക്കാരൻ ക്യാമറയുടെ അടിയിൽ കിടക്കുക. ഞാൻ ഈ ചവിട്ടിയിട്ട് പുള്ളിക്കാരൻ മനസ്സിലായി പുള്ളി ഏറ്റവും അടിയിൽ കിടക്കുക. പുള്ളിക്കാരൻ പറഞ്ഞു, നീ എവിടെ വേണമെങ്കിലും കൊണ്ട് കയറ്റിക്കോ, പക്ഷേ ക്യാമറയും ഞാനും ഇത് ചെയ്യരുത്. കാരണം പുള്ളി ഫ്രണ്ടിൽ കിടക്കുക. അങ്ങനെ കൊണ്ടുപോയി ആ ജെയിംസ് ബോണ്ടിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലം ഇങ്ങനെ അപ്പോൾ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോണ വണ്ടികളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഷൂട്ടായതുകൊണ്ട് മാറി കൊണ്ടുപോകണ്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പുല്ലിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് വണ്ടി നേരെ അവിടെ ഇടിച്ച് നിർത്തി. അപ്പോൾ അത് ബ്രേക്ക് പോയി. വില്ലിയേട്ടനാണ്. വില്ലിയേട്ടൻ എന്ന് പറയുന്ന ആളെ മലയാള സിനിമയിലെ വില്ലിയേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം എന്ന് പറയുന്ന അത്രയും ദേഷ്യമാണ്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ നിന്നും അങ്ങനെ കുറേ ഫൈറ്റിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇനിയൊരു അവസരത്തിൽ അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഞാൻ ഈ ഫൈറ്റ് എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് തുടങ്ങിയത്. മീൻസ് സിനിമയിൽ കൂടുതലും ചെയ്തിരിക്കുന്നത് സംഘടനാ രംഗങ്ങളിലാണ്. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സുകളും ഒരുപാട് എന്താ പറയുക ഫൈറ്റിൽ വീണുപോയ അവസരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ വംശം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അത് ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ക്ലൈമാക്സിൽ വർഷങ്ങൾക്ക് മുമ്പാണ്, 30 വർഷമായി വംശം ഇറങ്ങിയിട്ട്. അന്ന് സുകുമാരൻ ചേട്ടനായിട്ടാണ് ക്ലൈമാക്സ് ഫൈറ്റ്. അപ്പം ഞാനൊരു ജീപ്പിൽ കയറി, പുള്ളിക്കാരൻ ഓടിച്ചു പോകുന്ന ജീപ്പിൽ ഞാൻ ഊട്ടി ഒന്ന് ചാടി സൈഡിൽ കയറി നിൽക്കും. ആ ജീപ്പ് ഇങ്ങനെ സ്കിഡായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചാടി, പുള്ളിക്കാരൻ ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ വന്നു, അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. അതാണ് എനിക്ക് സിനിമയിലത്തെ ഫസ്റ്റ് ഫൈറ്റിലുണ്ടാവുന്ന ഒരു ആക്സിഡൻറ്റ്. അതിനുശേഷം പിന്നെ മാമാങ്കം സമയത്ത് അത് ഷൂട്ട് കഴിഞ്ഞിട്ട് വലിയൊരു മര ഗേറ്റ് വന്നിട്ട് കാലിൽ വീണു. 4-5 മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പരിപാടികളിലൊക്കെ. ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഭയങ്കര റിസ്ക്കുള്ള ഒരു സംഭവം തന്നെയാണ്. കാര്യം നമുക്കത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ന് ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പോലും കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും പരിപാടികളൊന്നും അന്ന് സിനിമയിലില്ല. ഒരു സിനിമയിലെ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഞാനും പൃഥ്വിരാജും കൂടെ ഒരു ഫൈറ്റ് പടത്തിനകത്ത് രാജുവിനെ വന്നിട്ട് ഞാൻ അതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്. ഞാനും ഹനീഫ് കെ ഉണ്ട്, പുള്ളി CI, ഞാൻ SI, കൊച്ചൻ ഹനീഫ് കെയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നമുക്ക് പറഞ്ഞു പോയാൽ ഇപ്പോഴെങ്കിലും തീരില്ല. വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ മുതൽ തുടങ്ങിയ ബന്ധമാണ്. കൂടുതലെടുത്തത് ഹനീഫ് കെയായിട്ടൊക്കെ കൂടുതലെടുത്തത് വാത്സല്യം മുതലുള്ള സിനിമയാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സുന്ദരപുരുഷനിൽ ഹനീഫ് കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹനീഫ് ഖാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ദ ഗ്രേറ്റ് ആക്ടർ എന്ന് പറയുന്നതിനേക്കാൾ ഹനീഫ് ഖാൻ ഡയറക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു, ആക്ടറായിരുന്നു. പക്ഷെ ഭയങ്കര ഹ്യൂമൺ ആയിരുന്നു. അങ്ങനെ ഞാൻ ഹനീഫ് ഖാൻ മരിച്ച സമയത്ത് അത് എൻഡ് വരെ, അതായത് അടക്കി പോരുന്നത് വരെ എനിക്ക് അന്ന് അങ്ങനെ 1-2 പേര് എന്നെ വർഗീസ് ചേട്ടൻ അങ്ങനെ അത്രമാത്രം ആത്മബന്ധമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഫൈറ്റ് ഞാൻ വെള്ളി നക്ഷത്രത്തിൽ ഇതുപോലെ പൃഥ്വിരാജായിട്ടുള്ളൊരു ഫൈറ്റിൻ്റെ ഇടയിൽ എൻ്റെ ടൈമിംഗ് തെറ്റി ഞാൻ ജസ്റ്റ് മുമ്പിലേക്ക് കയറി ഒരു പാലത്തിൻ്റെ താഴേലേക്ക് ഞാൻ താഴത്തോട്ട് പോയി ചവിട്ടിയിട്ട് ഞാൻ നേരെ വെൽക്കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് വന്ന് അഡ്മിറ്റായത്. എനിക്ക് ബാക്കിൽ വന്ന് അടി കൊണ്ടിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. എന്നെ എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി കൊണ്ടുവരുമ്പോൾ അന്ന് ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ വീട് വെച്ച് മാറിയിട്ടില്ല. ഇപ്പോഴും റീനിയുടെ കരച്ചിലും കാര്യങ്ങളും മമ്മിയുടെ ഇതുമൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത്. അതിനുശേഷം വീണ്ടും ആക്സിഡൻ്റായി. ഈ മാമാങ്കത്തിൻ്റെ ടൈമിൽ കാലിൽ മാമാങ്കത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ വലിയൊരു ഗേറ്റ് കാലിൽ വന്ന് വീണു. പിന്നെ അങ്ങനെ കുറേ ഇപ്പോൾ കൂടോത്രം പോലും സിനിമയിൽ ഇത് ക്ലൈമാക്സ് പോർഷനിൽ ഒരു ഷോട്ടിൽ അത് തീർന്നു എന്ന് കരുതിയതാണ്. കാര്യം അംജിത്ത് മൂസ എന്ന് പറയുന്ന ഒരാൾ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
പുള്ളി നല്ല ബിൽഡാണ്. പുള്ളിക്കാരൻ ഹെയറിൽ നിന്നിട്ട് അന്ന് ഒരു ഫുൾ ഇതിലെടുത്ത് ചവിട്ടിയാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങ് മൂവ് ചെയ്ത എൻ്റെ ടൈമിങ് മിസ്റ്റേക്ക്, ഒരടി ഇവിടെ അടിച്ചിട്ട് 1 മിനിറ്റ് ഫുൾ ബ്ലാക്ക് ഔട്ടായി പോയി എന്നുള്ളതാണ്. തീർന്നു എന്ന് കരുതിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും നമ്മളെ കൈ പിടിച്ച് പൊക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ, കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഇങ്ങനെയുള്ള സീക്വൻസിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകളിൽ നിന്നൊക്കെ എല്ലാം നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. ഫൈറ്റ് എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അതും എല്ലാവരും ഈസിയായിട്ട് ഇങ്ങനെ ഒന്ന് കൈയെടുത്താൽ പോരെ, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഈസി. സിനിമ എന്ന് പറയുന്നത് ഫൈറ്റ് ആവട്ടെ, ആക്ടിങ് ആവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, എന്തോ ആവട്ടെ, എല്ലാം ഭയങ്കര അതൊരു ഭാഗ്യവും കഴിവും റിസ്ക്കും എല്ലാം അടങ്ങിയത് തന്നെയാണ് സിനിമയുടെ ഓരോ മൊമെൻറ്റ്സും. അങ്ങനെ ഏകദേശം എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം മതിയാവത്തില്ല. ഇനി നമുക്ക് വീണ്ടും കാണണം, സംസാരിക്കാം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകരുടെ സപ്പോർട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ലെജൻസുകളുടെ പ്രാർത്ഥനകളുണ്ട്, എൻ്റെ ഗുരുക്കന്മാരുടെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ ഫാമിലിയുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ നിന്നു പോകാൻ പറ്റുന്നു എന്നുള്ളത് ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഒരു ഷോട്ടിൽ വരണമെന്ന് മാത്രം ആഗ്രഹിച്ച എനിക്ക് ഈ 36 വർഷമായിട്ടും ഇത്രയും സിനിമകൾ അഭിനയിക്കാനും നിങ്ങളോടൊപ്പമൊക്കെ സമ്പാദിക്കാനൊക്കെ ആയിട്ട് കിട്ടിയ ഭാഗ്യം, അത് ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് എൻ്റെ ഡാഡി, മമ്മി, പിന്നെ 2 സിസ്റ്റേഴ്സ്, ഞാൻ, അനിയൻ, ഇങ്ങനെ 4 പേരായിരുന്നു. എല്ലാവരും കല്യാണം കഴിച്ച് സെറ്റിൽഡാണ്. അനുജൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മരിച്ചിട്ട് 1 വർഷമാകുന്നു. സിസ്റ്റേഴ്സ് എല്ലാം എറണാകുളത്ത് തന്നെയുണ്ട്. പിന്നെ വൈഫ് റീനി, മക്കൾ, എനിക്ക് 2 മക്കളാണ്. മോള് കല്യാണം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കല്യാണം ഒക്കെ വീഡിയോയിലൂടെയൊക്കെ എല്ലാം യൂട്യൂബിലൂടെയൊക്കെ എല്ലാം കണ്ടതാണ്. മോള് ഡോക്ടറാണ്, ഡോക്ടർ അൻലിറ്റ. മോളിപ്പോൾ PG ചെയ്യുന്നു. മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് സ്റ്റെഫാൻ, ഡോക്ടർ സ്റ്റെഫാൻ. അവർ ആലപ്പുഴയിലാണ്, സെൻറ്റ് ജോസ് ഹോസ്പിറ്റൽ, ക്യൂർ ഹോസ്പിറ്റൽ. മോൻ സർജനാണ്. പിന്നെ അവരുടെ പാരൻസ് എല്ലാം ഗൈനക്കോളജിസ്റ്റാണ്. അമ്മ പീഡിയാട്രീഷ്യനാണ്, ഫാദർ, സിസ്റ്റർ ഐ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ കുടുംബവും ഡോക്ടർ ഫാമിലിയും ആണ് അവർ. അതും ഞാൻ വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിനോട് എന്ത് നമ്മൾ ചോദിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യം അതിനേക്കാൾ അപ്പുറം നമുക്ക് ദൈവം മുമ്പിൽ കൊണ്ടുതരും. മോനിപ്പോൾ MBBS 4th ഇയർ പഠിക്കുന്നു മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ. മോനും ഇതുപോലെ എഴുത്തും, മോന് അഭിനയിക്കാനായിട്ടൊക്കെയുള്ള ചാൻസുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ. സ്കൂൾ ബസ് എന്ന് പറഞ്ഞ സിനിമയിൽ റോഷൻ ആൻഡ്രൂസ് ചെയ്ത സിനിമയിലെ ലീഡ് ക്യാരക്ടർ അന്ന് മോനെ പ്ലാൻ ചെയ്തിരുന്നു റോഷൻ. അപ്പോൾ ഒന്ന് പഠിത്തം മുമ്പിലേക്ക് പോകട്ടെ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് റീനിയാണ്. മക്കൾ പഠിക്കട്ടെ, അതിനുശേഷം മതി എന്നുള്ളത്. അത് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു, ഒരു സ്ട്രോങ് ഡിസിഷനായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. പിന്നെ മോന് എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് MBBSന് പോകുന്നതിന് മുമ്പ് അതൊന്ന് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞ് മതിയപ്പാ എന്ന് മോൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. മോളും അത്യാവശ്യം നന്നായിട്ട് പാടും, പിന്നെ അതുപോലെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഭിനയിക്കാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ വന്നിട്ടും പഠിത്തത്തിൽ തന്നെ നിന്നാൽ മതി എന്ന് അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലെജൻസുകളായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റെന്നൊക്കെ എല്ലാം വമ്പൻ. ഞാൻ ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ഡയറക്ടേഴ്സും ഓരോ സെറ്റും ഇങ്ങനെ മിന്നി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും നല്ല ക്യാരക്ടേഴ്സിലൂടെ ഇനിയും ഒരുപാട് കയറി പോകാനുണ്ട്. അതിൻ്റെ ഒരു പ്രയാണത്തിലും പ്രയത്നത്തിലുമാണ് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്ന് ഒരു സിനിമ എന്ന് പറയുന്ന ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസുകളോ
അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരാളെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് അവന് ക്യാരക്ടർ കൊടുത്ത് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. കാര്യം നമ്മളെക്കാൾ എത്രയോ ടാലൻ്റായിട്ടുള്ള ആൾക്കാർ, ജനിച്ചു വീഴുന്ന മുതലേ ഉള്ള എത്രയോ ടാലൻ്റായിട്ടുള്ള കുട്ടികൾ ഇന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. സിനിമ അഭിനയം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണുന്ന ഒരു പരിപാടിയല്ല. സിനിമയുടെ ഏത് മേഖല ഒരു നിസ്സാരമല്ല. അതിന് നല്ല കഴിവ് വേണം, ഭാഗ്യം വേണം, ഹാർഡ് വർക്ക് ചെയ്യണം, ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാവട്ടെ അല്ലാതെ പ്രേക്ഷകരോട് നമ്മളെങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോങ് ജേർണിയിലേക്ക് ഈ പ്രേക്ഷകർ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ ഞാൻ കുറേ സിനിമകൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതെനിക്ക് അത്രയും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ സിനിമ ആക്ടർ ആവണം എന്ന് കരുതിയിട്ട് ഞാൻ കരാട്ടെ പഠിച്ചിരുന്നു അന്ന്. അത് കുറേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചില ആക്സിഡൻറ്റുകൾ കാരണം അതും ഇടയ്ക്ക് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് ബൗൺസേഴ്സ് എന്ന് പറയും സിനിമയിൽ, കൂടുതൽ ഈ ഗുണ്ട ക്യാരക്ടറുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ബൗൺസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കി, IBF, ഇന്ത്യൻ ബൗൺസേഴ്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് നല്ല രീതിയിൽ അത് പോകുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സാധാരണ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വരുന്ന ആൾക്കാരെ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ വേറൊരു തലത്തിലാണ് കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മോശമായിട്ടുള്ള ആൾക്കാരും നല്ല ആൾക്കാരുണ്ട്, അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും. പക്ഷേ ഒരുപാട് തൊഴിലവസരങ്ങൾ, ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ, ഒരുപാട് ഹാർഡ് വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ ഫ്ലഡ് സമയത്തൊക്കെ പോലും IBFൻ്റെ ഒരുപാട് പേരാണ് നമ്മൾ വയനാട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പരിപാടിയായിട്ട് പോകുന്നു. പിന്നെ നല്ല നല്ല പ്രോജക്റ്റുകൾ, സബ്ജക്റ്റുകളൊക്കെ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ കഴിഞ്ഞു മതി അടുത്ത സിനിമ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് സിനിമകൾ ഇതിൻ്റെ ഇടയിൽ അഭിനയിക്കാൻ വന്നു. പക്ഷേ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പോൾ മാക്സിമം സമയം ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ എൻ്റയർ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ സിനിമയ്ക്ക് 2 പാർട്ടാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട്, സന്തോഷ് ഇടുക്കി തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പിന്നെ എന്താണ് എപ്പോഴും ചോദിക്കും ഞങ്ങൾ പുതിയ ആൾക്കാർക്ക് എന്താണ് സിനിമയിലേക്ക്, അങ്ങനെ ഒന്നും പറയാനില്ല. സിനിമയിലേക്ക് വരിക എന്നുള്ളതൊരു ഭാഗ്യം തന്നെ. എന്നെ ഒരുപാട് പിള്ളേർ പരിചയപ്പെടുമ്പോൾ, ചേട്ടാ എങ്ങനെ സിനിമയിലേക്ക് ആരെപ്പോയി കണ്ടാൽ നമുക്ക് സിനിമയിലേക്ക് എൻ്ററാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങളുടെ നല്ലൊരു കഥയുണ്ട്. നമ്മൾ 100% ഹാർഡ് വർക്ക് ചെയ്യുക. പണ്ടത്തെ പോലെ ഞങ്ങളൊക്കെ ചാൻസ് ചോദിച്ച് നടന്ന പോലെ ഉള്ള ഒരു ഇതൊന്നും ഇന്നത്തെ ആൾക്കാർക്കില്ല. അത്രയും അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അവസരങ്ങൾ ചോദിച്ചു നടക്കുക, ഓഡീഷനിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരു വൈൻഡിങ് എപ്പിസോഡാകുമ്പോൾ, അതായത് ഇത്രയും 5 ആഴ്ചയായിട്ട് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അവസാനമായിട്ട് എന്തൊക്കെയാണ് പറയണതെന്ന് പറയുമ്പോൾ ഞാനും ആകെ കൺഫ്യൂസ്ഡാണ്. എങ്ങനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് കൺഫ്യൂസ്ഡാണ്. സിനിമയെ സ്നേഹിക്കുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ, ഞാൻ ഇനി വേറൊരു സിനിമ അല്ലാണ്ട് എനിക്കൊരു വേറൊരു ബിസിനസ്സിലേക്കില്ല. നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് തന്നെ പോകുക. ഒരുപാട് സ്വപ്നം കാണുന്ന 1-2 ക്യാരക്ടേഴ്സ് എനിക്കിപ്പോഴും ഉണ്ട്. എനിക്ക് സിനിമ എൻഡ് എന്ന് പറയാൻ ഞാൻ എവിടെ വരെ ഉണ്ട്, അതിൻ്റെ എൻഡ് വരെ സിനിമ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ പരിപാടികളിലൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ എത്രമാത്രം നമ്മൾക്ക് സമ്പത്തുണ്ടെങ്കിലും എത്രമാത്രം കഴിവുണ്ടെങ്കിലും നമ്മൾ എവിടെ ചെറുതായാൽ നമ്മളെ വലിയവനാക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ എവിടെ ചെറുതാകുന്നു അവിടെ നമ്മളെ കൈപിടിച്ചുയർത്താനായിട്ടൊരു വലിയ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പ്രയാണവും പോക്കും കാര്യങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്.
എന്തായാലും ഇത്രയും നേരം നിങ്ങളോടൊപ്പം എൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സമയം എൻ്റെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള ഏകദേശം, എന്നാലും ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറഞ്ഞു തീർക്കാനും പറ്റത്തില്ല. അപ്പോൾ താങ്ക് യു.